ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആളുകൾ എത്തുന്നതിന് മുന്നേ തന്നെ ധനലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവള് ഇപ്പോൾ അടുത്ത് കൂടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൺമണിക്ക് ഒരുപാട് വലിയ പദവികളും ഇനി അവളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് ഒത്തുകൂടാന്ന് വിചാരിച്ചിട്ടായിരിക്കുമെന്ന് അമ്മായി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും പറ്റത്തില്ല, എൻ്റെ മോളെ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചവളാണ്, ഇവളോട് ഇനി ഒരു വാക്ക് എനിക്ക് സംസാരിക്കേണ്ട ഇല്ല, കാര്യമില്ല എന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ ധനലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും കൺമണിയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് കൺമണിയെ പുകഴ്ത്താനല്ല ഞാൻ വന്നത്, എനിക്ക് അവളുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെന്നുള്ളതാണ് കേട്ടോ. എന്തായാലും ആ സമയത്ത് എന്തായാലും ദുഷ്ടമനസ്സോടായിരിക്കില്ല ധനലക്ഷ്മി കാര്യങ്ങൾ പറയുക, എന്തായാലും കൺമണിയെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയായിരിക്കും കേട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് ഹേമയും ജയമോഹനെയാണ്. ജയമോഹനെ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്യുക കേട്ടോ ഹേമ ചെയ്യുന്നത്. കാരണം നമ്മുടെ മോളൊരു പാവാണ്, തെറ്റ് ചെയ്തത് ആ കൺമണിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ സുമിത്ര ഒന്നും കൂടി ഹേമയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മാനസയെ ഒത്തിരി ഇഷ്ടമായിരുന്നു, എൻ്റെ മോന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അവളെ തന്നെ അവൻ്റെ മോന് വിവാഹം കഴിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവൾ തന്നെയാണ് എൻ്റെ മരുമകൾ എന്നൊക്കെ ഹേമയോട് പറയുന്നുണ്ട്. അത്ര നല്ല കുട്ടിയാണ് മാനസ എന്നൊക്കെ. ഒരമ്മയുടെ മനസ്സല്ലേ, അപ്പോഴും ഹേമയുടെ മനസ്സ് മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീടും കാണിക്കുന്നത് നമ്മുടെ സാഗറിനെയും ദേവ് സാറിനെയാണ് കേട്ടോ. ദേവ് സാറാണെങ്കിലോ സാഗറിനോട് സംസാരിക്കുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട്, എനിക്ക് വലിയൊരു ടെൻഷൻ പോലെ ആവുന്നുണ്ട്, എന്തെങ്കിലും സംഭവിക്കും, എൻ്റെ ഒരു വിഷമം, എൻ്റെ മനസ്സൊരു ആദി പിടിച്ചതുപോലെയാണ്, അവനെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ദേവ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രമോ റിവ്യൂ കഴിയുന്നത്.